പോവുകയാണ്. സുനിൽ ഐസക്, സുനിൽ, എന്തായാലും ഈ ഒരു ധാരണയിൽ എത്തിച്ചേരാൻ, സമവായത്തിൽ എത്തിച്ചേരാൻ ഇവിടെ ഏറ്റവും നിർണായകമായിട്ടുള്ളത് CPI-യുടെയും CPM-ന്റെയും ദേശീയ ഘടകത്തിന്റെ ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം തന്നെയല്ലേ? പല തലത്തിലും പല തരത്തിലുമുള്ള ചർച്ചകൾ, സമവായങ്ങളൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നു വരുന്നുണ്ടായിരുന്നു. ആദ്യഘട്ടം മുതൽ തന്നെ ഈ വിഷയത്തിൽ നമുക്കറിയാം, അന്ന് കഴിഞ്ഞ ദിവസം ആദ്യം ചേർന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും MA ബേബി പങ്കെടുത്തിരുന്നു. CPI-യുടെ ദേശീയ നേതൃത്വത്തിൻ്റെ നിലപാട് MA ബേബി പാർട്ടി സെക്രട്ടേറിയറ്റിൽ വിശദീകരിക്കുകയും ചെയ്തതാണ്. പക്ഷേ അപ്പോഴൊന്നും പിന്നിലേക്ക് പിൻവാങ്ങാനുള്ള ഒരു തീരുമാനം ആ സമയത്ത് CPM എടുത്തിരുന്നില്ല. മാത്രമല്ല PMC പദ്ധതിയിൽ ഒപ്പിട്ട നിലപാടിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള സമവായത്തിനില്ല, കാരണം ഫണ്ടാണ് പ്രധാനം എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു CPM നേതൃത്വം. ആ സമയത്ത് വിദ്യാഭ്യാസ വകുപ്പും ആ നിലപാടിൽ തന്നെയാണ് നിന്നത്. നമുക്കറിയാം, ആ സമയത്ത് സംസാരിക്കുമ്പോഴൊക്കെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ അത്ര കടുത്ത നിലപാടാണ്, ശക്തമായ നിലപാടാണ് ആ വിഷയത്തിൽ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷെ പിന്നീട് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് നമുക്കറിയാവുന്ന പോലെ CPI-യുടെ മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കാൻ തീരുമാനിക്കുന്നു. മാത്രമല്ല, ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം 4 മന്ത്രിമാരും രാജ്യസന്നദ്ധ സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുന്ന സാഹചര്യമുണ്ടായി. മന്ത്രിസഭയിൽ നിന്നും മാറി നിൽക്കാം എന്നൊരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ തീരുമാനമല്ല, അങ്ങനെ ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. സ്വാഭാവികമായും അത് വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമെന്ന് CPM-ന് മനസ്സിലായി. മാത്രമല്ല, അതുകൊണ്ട് തന്നെയാണ് CPM എന്ന തലത്തിൽ തന്നെ CPI-യുടെ ദേശീയ നേതൃത്വവുമായും ഒരു ചർച്ച ഈ സമയത്ത് നടക്കുന്നത്. അങ്ങനെയാണ് D രാജയും MA ബേബിയും അത്തരമൊരു തിരക്കിട്ട ചില കൂടിയാലോചനകൾ, ചില ചർച്ചകളൊക്കെ നടത്തുകയും ഒരു സമവായ ഫോർമുല ഉണ്ടാക്കിയെടുത്ത് അത് ഇന്നും രാവിലെ ചേർന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ MA ബേബി അവതരിപ്പിക്കുകയും ചെയ്തത്. അതിൽ ചില ഭേദഗതികളൊക്കെ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും അങ്ങനെ ഒരു ഫോർമുല ഉണ്ടാക്കിയെടുത്ത് ആ ഫോർമുല കൃത്യമായി CPI-യുടെ സംസ്ഥാന ദേശീയ നേതൃത്വങ്ങളെ അറിയിക്കുകയാണ് ചെയ്തത്. എന്തായാലും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് തുടർ ചർച്ചകൾ ഉണ്ടാവുകയും CPI-യുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് ആ തീരുമാനത്തിന് അംഗീകാരം നൽകാൻ പോവുകയും ഒക്കെ ചെയ്യുന്നത്. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഒത്തുതീർപ്പ് ചർച്ച ഇരുപക്ഷവും, അല്ലെങ്കിൽ ഒരു സമവായം ഇരുപക്ഷവും ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. കാരണം അതിനനുകൂലമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക എന്നതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. CPI സംബന്ധിച്ച് അവർക്ക് സ്വയം കീഴടങ്ങിക്കൊണ്ട്, അവരുടെ രാഷ്ട്രീയ അസ്തിത്വം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരു കീഴടങ്ങലിന് സാധ്യമല്ലാതിരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇതിനൊരു സമവായ ചർച്ചയിൽ കുറച്ചുകൂടി ഒരു അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക്, ചില വഴിപ്പെടലുകൾക്കൊക്കെ തയ്യാറാകാം എന്ന തരത്തിലേക്ക് CPI നേതൃത്വവും എത്തിച്ചേരുന്നത്. ആ സമയത്താണ് ഇത്തരത്തിലൊരു ഫോർമുല CPM മുന്നോട്ട് വയ്ക്കുന്നതും അത് അംഗീകരിക്കുകയും ചെയ്യുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്ലാതെ എല്ലാ തരത്തിലും CPI ഉന്നയിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾക്കൊക്കെ മറുപടി കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. കാരണം എന്തിനാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു പദ്ധതിയിൽ തിടുക്കപ്പെട്ട് ഒപ്പിട്ടതെന്നായിരുന്നു CPI-യുടെ പ്രധാനപ്പെട്ട ചോദ്യം. മാത്രമല്ല, ദേശീയ തലത്തിൽ RSS-നെ, സംഘപരിവാർ അജണ്ടകളെ ചെറുക്കുന്ന, അതിനെതിരെ നിൽക്കുന്ന ഒരു മുന്നണി, ഒരു പാർട്ടി മുന്നണി, ആ മുന്നണി എന്തിന് അതിന് വഴിപ്പെട്ടു എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. അത് P. പ്രസാദൊക്കെ അത് ഭംഗ്യന്ത്രേണ കുറച്ചുകൂടി ശക്തമായ കടുത്ത ഭാഷയിൽ സൂചിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതായത് അതൊരു RSS വഴിപ്പെടലാണ് എന്ന തരത്തിൽ പോലും അദ്ദേഹം ഒരിക്കൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു. അങ്ങനെ അത്തരത്തിൽ ചോദിച്ച ചില ചോദ്യങ്ങൾ, ഒപ്പം ഈ മുന്നണിയിൽ നിന്ന് മറച്ചു വെച്ചത് എന്തിനാണ് ഈ ഒപ്പിടുന്ന കാര്യം, അങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട്. അത്തരം ചോദ്യങ്ങളൊക്കെ സ്വാഭാവികമായും മറുപടി കിട്ടേണ്ട ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടാതെ തന്നെ ഇപ്പോഴും ആശ്വസിക്കാം. PM ശ്രീ പദ്ധതിയിൽ നിന്ന് പുറകോട്ട് പോയില്ല എങ്കിലും കഴിഞ്ഞ കുറേ നാളുകളായി മുന്നണിക്കുള്ളിൽ CPI-ക്ക് വോയിസ് ഇല്ല, CPM-ന് കീഴ്പ്പെട്ടു പോവുകയാണ്, വിധേയപ്പെട്ടു പോവുകയാണ്, അടിമകളായി മാറിയിരിക്കുന്നു എന്നൊക്കെ പ്രതിപക്ഷമടക്കം വിമർശനം ഉന്നയിക്കുന്ന ഒരു അവസരത്തിൽ CPI-ക്ക് അവരുടെ ശബ്ദം ഉറക്കെ പറയാൻ കിട്ടിയ ഒരു അവസരമായി മാറുകയില്ലേ ഈ PM ശ്രീ പദ്ധതി ചെയ്തത്? രാഷ്ട്രീയമായി CPI-ക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞു. അത് എത്ര ദിവസം എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ അതിൻ്റെ അവസാനത്തെ ഒരു മറുപടി എന്തായിരുന്നു, അതിൻ്റെ അവസാന ഫലം എന്തായിരുന്നു, അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട് എന്തായിരുന്നു എന്നുള്ള കാര്യത്തിൽ കൃത്യമായൊരു ചോദിച്ചാൽ അത് ഒരു അത്ര വ്യക്തമായി നമുക്ക് പറയാൻ കഴിയുന്ന ഒരു ഉത്തരമല്ല. അത് എല്ലാ തരത്തിലും CPI ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ മറുപടി ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. പക്ഷേ അങ്ങനെയൊക്കെ ആകുമ്പോഴും ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യഥാർത്ഥ ഇടതുപക്ഷം തങ്ങളാണെന്നും
ഞങ്ങൾ ഉന്നയിക്കുന്ന ചില കാര്യങ്ങൾ അതിന് ഉത്തരം കിട്ടേണ്ടതുണ്ടെന്നുമുള്ള ഒരു പ്രതീതി എന്തായാലും രാഷ്ട്രീയ കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ CPIക്ക് കഴിഞ്ഞു. അത് രാഷ്ട്രീയമായി തന്നെ ഈ വിഷയം ആ അർത്ഥത്തിൽ CPIക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. പക്ഷേ മറുഭാഗത്ത് CPM ആവട്ടെ ഈ വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോവാതെ പ്രശ്നപരിഹാരത്തിന് സാധിച്ചു എന്നുള്ളത് CPMനെ സംബന്ധിച്ചും ആശ്വാസകരമായ കാര്യമാണ്. സ്വാഭാവികമായും ഇനിയുള്ള കാര്യങ്ങൾ ഒന്നിച്ച് മുന്നോട്ട് പോകാമെന്നൊരു തീരുമാനത്തിലേക്കാണ് മുഖ്യമന്ത്രിയും എത്തുന്നത്, മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മന്ത്രിസഭാ ഉപസമിതി. ഒരുപക്ഷെ ഇന്നത്തെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആ മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം അതിൻ്റെ വിശദാംശങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിക്കും. 2-ാം തീയതി LDF യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഒരുപക്ഷെ LDF എന്ന തരത്തിൽ പോലും മറ്റൊരു ഉപസമിതി കൂടി ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കാനുള്ള ആലോചനകൾ ആദ്യഘട്ടത്തിൽ ഉയർന്നിരുന്നു. ആദ്യഘട്ട സമവായ ചർച്ചകളിൽ അത്തരം കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കപ്പെട്ടിരുന്നു. സ്വാഭാവികമായും LDF എന്ന തരത്തിൽ കൂടി ഒരുപക്ഷെ ഒരു ഉപസമിതി രൂപീകരിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല CPIക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ അടുത്ത LDF യോഗത്തിൽ കുറെ കൂടി വ്യക്തവും ശക്തവുമായി അവർക്ക് ഉന്നയിക്കാനുള്ളൊരു സാഹചര്യവും അവസരവുമൊക്കെ ഉണ്ടാവുകയും ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് സ്വാഭാവികമായും അത്തരത്തിൽ ഉണ്ടായിട്ടുള്ള ചില രാഷ്ട്രീയ വിഷയങ്ങൾ ഏത് തരത്തിലാണ് തിരിച്ചടി ഉണ്ടാക്കുക എന്നൊക്കെയുള്ള ചില ആശങ്കകളൊക്കെ സ്വാഭാവികമായും പ്രധാനപ്പെട്ട നേതാക്കൾക്കുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്കാണ് ഇപ്പോൾ ഈ സമവായത്തിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ്. ശരി, വിജിൻ തുടരുന്നുണ്ട്. വിജിൻ, മന്ത്രിസഭാ യോഗം പുരോഗമിച്ചു വരുന്നു.